നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ഉത്സവമൊക്കെ ആരംഭിച്ചു കേട്ടോ. ഇന്നലെ ആനയോട്ടായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൊടിയേറ്റവും കഴിഞ്ഞു. ഇന്ന് ഉത്സവം 2ാം ദിവസമാണ്. അപ്പോൾ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആറാട്ട് വരെ ഗുരുവായൂർ പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉത്സവ ലഹരിയിലാണ് കേട്ടോ. പ്രദേശവാസികൾ മാത്രമല്ല, ഗുരുവായൂരിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിൽ വളരെ സന്തോഷം നൽകുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എല്ലാ വർഷത്തെയും ഗുരുവായൂർ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ, ഗുരുവായൂർ വിശേഷങ്ങൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഇപ്രാവശ്യവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ കരുതാണ് കേട്ടോ. അപ്പം ഞങ്ങളെക്കൊണ്ട് ആകുന്ന രീതിയിലെ എല്ലാ വിശേഷങ്ങളും, എല്ലാ ഉത്സവ വിശേഷങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഉത്സവ കലവറയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കലവറയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. കലവറ വിശേഷങ്ങളൊക്കെ കാണാം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. വളരെ വിശാലമായിട്ടുള്ള കലവറയാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആ ഉരൽപ്പുരയോട് ചേർന്നിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. നിറയെ പച്ചക്കറികൾ, മത്തനും ഇളവനും ചക്കയും മുതിരയും അരിയും പപ്പടവും പച്ചമുളകും അങ്ങനെ എന്ന് വേണ്ട എന്താ പറയുക, നമ്മുടെ കഞ്ഞിയും പുഴുക്കുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് നൽകാൻ, പ്രസാദമായി നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം സമൃദ്ധിയായിട്ടാണ്, കൂമ്പാരമായിട്ടാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്താണെങ്കിലോ പ്രവൃത്തിക്കാർ ഇതെല്ലാം കഷ്ണങ്ങളാക്കി ആ ഒരു കുട്ടകത്തിൽ നിറയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൃദ്ധിയാണല്ലോ. അപ്പോൾ സമൃദ്ധിയായിട്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സൊക്കെ നിറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാനായിട്ടും നിരവധി ഭക്തജനങ്ങൾ ഈ കലവറയുടെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കലവറയെക്കുറിച്ച് പറയുമ്പോഴേ, പണ്ടൊക്കെ കലവറ ക്ഷേത്രത്തിനകത്തായിരുന്നു. ഭഗവതി അമ്പലം ഉണ്ടല്ലോ, അതിനടുത്തൊരു കോണിയൊക്കെ ഉണ്ട്. ആ കോണിച്ചോട്ടിലായിരുന്നു കലവറയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കഷ്ണം നുറുക്കുന്ന ആ ഭാഗത്തേക്കായി. പിന്നെ ഇങ്ങനെ ഇതിപ്പോൾ പലരും സ്പോൺസർഷിപ്പായിട്ട് അതുപോലെ തന്നെ വഴിപാടൊക്കെ ആയിട്ട് ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ധാരാളമായപ്പോൾ ക്ഷേത്രത്തിനകത്ത് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെയാണ് കലവറ പുറത്തേക്ക് മാറ്റുന്നത് കേട്ടോ. ഈ പടിഞ്ഞാറ് ഭാഗത്ത് അത്രയും വിശാലമായിട്ടുള്ള, കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ഈ കലവറയൊക്കെ. അപ്പോൾ അങ്ങനെ ഈ കലവറ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കലവറയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കലവറകളുടെ കാഴ്ചകൾ കാണാനും ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എല്ലാ ഭക്തജനങ്ങളെയും ഗുരുവായൂർ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്.